കറൻസി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. പേപ്പർ നോട്ടുകൾ മാറ്റി പകരം വരുന്നത് പോളിമർ നോട്ടുകളാണ്. ആദ്യം പുറത്തിറങ്ങുന്നത് 10-20 രൂപയുടെ നോട്ടുകളും. ഇതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം അതറിഞ്ഞ ശേഷമായിരിക്കും വലിയ നോട്ടുകളിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. പോളിമർ ഷീറ്റുകൾ ലഭിക്കുന്നതിന് ആഗോളതലത്തിൽ താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് RBIയുടെ പ്രിന്റിംഗ് വിഭാഗമായ BRBNMRL. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന കാലാവസ്ഥയും നിരന്തരമായ കൈമാറ്റവും കാരണം പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നത് തന്നെയാണ് RBI ഇതിന് ഏറ്റവും പ്രധാനമായും പ്രേരിപ്പിച്ചത്. RBIയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 2 ലക്ഷത്തോളം ജീർണിച്ച കറൻസി നോട്ടുകളാണ് പിൻവലിച്ചതും നശിപ്പിച്ചു കളയുന്നത്. ഇതിൽ 100-500 രൂപ നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ. ആദ്യമായി പ്ലാസ്റ്റിക് നോട്ടുകൾ തുടങ്ങിയത് ഓസ്ട്രേലിയയിലായിരുന്നു. 1988-ലായിരുന്നു ഇത്. ഇന്ന് നിരവധി രാജ്യങ്ങൾ പോളിമർ നോട്ടുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോളിമർ നോട്ടിലേക്ക് കടക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം അടുത്ത വർഷമായിരിക്കും വ്യാപകമാക്കുന്നത്. എന്നാൽ ജനങ്ങൾ താല്പര്യമില്ലായ്മ കാണിച്ചാൽ RBI പിന്മാറാനുള്ള സാധ്യതയും ഏറെയാണ്. പേപ്പർ നോട്ടുകളേക്കാൾ കൂടുതൽ കാലം ഈട് നിൽക്കുമെന്നതാണ് പോളിമർ കറൻസികളുടെ പ്രത്യേകത. നനഞ്ഞാലും വേഗത്തിൽ കീറില്ല. പേപ്പർ നോട്ടുകൾ വേഗത്തിൽ തയ്യാറാക്കാൻ സാധിക്കുമെങ്കിലും ആയുസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവർത്തിച്ചുള്ള അച്ചടി ചെലവ് കൂടുതലുമാണ്. മാത്രമല്ല, പോളിമർ നോട്ട് വന്നാൽ കള്ളനോട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്ലാസ്റ്റിക് കറൻസി നിർമ്മാണത്തിനായുള്ള ടെൻഡറിൽ കടുത്ത സുരക്ഷാ നിബന്ധനകൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സുരക്ഷാ ഫീച്ചറുകളുള്ള പോളിമർ കറൻസി ഷീറ്റുകൾ ഏതെങ്കിലും കേന്ദ്ര ബാങ്കുകൾക്കോ നോട്ട് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾക്കോ കുറഞ്ഞത് 3 വർഷമെങ്കിലും വിതരണം ചെയ്ത് പരിചയമുള്ള കമ്പനികൾക്ക് മാത്രമാണ് പങ്കെടുക്കാനാവുക. ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഈ സവിശേഷമായ ഷീറ്റുകളുടെ അസംസ്കൃത വസ്തുക്കൾ ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ പാടുള്ളതല്ല. നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ സർക്കാരിന്റെ സുരക്ഷാ ക്ലിയറൻസ് നിർബന്ധമാണ്. കൂടാതെ ഇന്ത്യയുടെ കസ്റ്റമൈസ്ഡ് ഷീറ്റുകൾ മറ്റ് 3ാം രാജ്യങ്ങൾക്ക് കൈമാറില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പ്രാഥമിക ഘട്ടത്തിൽ 68,000 റേഞ്ച് ഷീറ്റുകളാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഫീൽഡ് ട്രയലുകൾ വിജയകരമായാൽ മാത്രമേ വൻതോതിലുള്ള ഓർഡറുകൾ നൽകുകയുള്ളൂ. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രസ്സുകളിലാണ്. എന്നാൽ പേപ്പർ നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, കർണാടകയിലെ മൈസൂരു, പശ്ചിമ ബംഗാളിലെ സൽബോനി എന്നീ പ്രസ്സുകളിലാണ് നോട്ട് അച്ചടിക്കുന്നത്. RBIക്ക് കീഴിലുള്ളതും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതുമായ കമ്പനികളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. പോളിമർ നോട്ടുകൾ വരുന്നതോടെ നിലവിലെ കടലാസ് നോട്ടുകൾ അസാധുവാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേപ്പർ കറൻസികൾക്ക് പകരമായല്ല പുതിയ നോട്ടുകൾ വരുന്നത്. ഘട്ടം ഘട്ടമായി പുതിയ നോട്ടുകൾ വിപണിയിൽ എത്തിക്കുമ്പോഴും നിലവിലുള്ള കടലാസ് നോട്ടുകൾ തുടർന്നും വിനിമയത്തിലുണ്ടാകും. ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാനും സാധിക്കും. എന്തായാലും വിപുലമായ രീതിയിൽ നോട്ടുകൾ ഇറക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യത്തെ പ്രായോഗിക പരീക്ഷണം മാത്രമായിരിക്കും ഇത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.